നമുക്ക് വേറൊരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇത് പരീക്ഷിച്ച് നോക്കാം. വീണ്ടും we will go to the what again go to the January 1st 2024 ഇൻഡിക്കേറ്റർ നല്ലത് EMA ക്രോസ്. മൂൺ ഫേസ് സ്ട്രാറ്റജി കൊണ്ട് സാധനം അത് വായിച്ചു. ഓക്കെ, ഇപ്പോൾ സിഗ്നൽ വന്നിട്ടില്ല. ലോങ് വന്നിട്ടുണ്ട്. സ്പീഡ് കൂടിപ്പോയില്ലേ. ബൈ. സ്റ്റോപ്പ് ലോസ് ബിലോ ദി ലോ. അറ്റ്ലീസ്റ്റ് ഈ സ്റ്റോപ്പ് ലോസ് റിസ്ക് ഇത്രയാണ്. പിന്നെ ഡബിൾ എങ്കിലും ടാർജറ്റ് വയ്ക്കണം. ഡബിൾ 1.5 ഒക്കെയാണ് വയ്ക്കുക. അത് പോയി. അടുത്ത ബൈ വരെ നോക്കാം. ലോങ് എന്ന് പറഞ്ഞാൽ ബൈ എന്നാണ് അർത്ഥം. ഇവിടെ വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് കൊണ്ട് മൂവ് ചെയ്യും. ഇതുവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. പോയി. ഷോർട്ടാണ്. സ്റ്റോക്സ് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇൻട്രാഡേ ഷോർട്ട് ചെയ്യാം. അതൊക്കെ ഹൈ റിസ്ക് ഏർപ്പാടാണ്. ആദ്യം ലോങ് പൊസിഷൻസ് പഠിച്ചതിന് ശേഷമല്ലേ ബൈയിങ് പഠിച്ചതിന് ശേഷമല്ലേ ഷോർട്ടിങ് പഠിക്കാൻ പറ്റും. ഇത് സിഗ്നൽ ഉണ്ടല്ലോ ഇവിടെ. കാണുന്നില്ല. യെസ്, സിഗ്നൽ ഉണ്ട്. ബൈ പൊസിഷൻ ആൻഡ് സ്റ്റോപ്പ് ലോസ് ലോസ് പോയിന്റ് വെച്ചു. ഇവിടെ വരെ പോകുന്നതായിരിക്കാം. പോയി. ഇതുണ്ടോ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ പോകുന്നു. 3 ട്രേഡ് ഫെയിലായി. ഇവിടെ ഒരു ബൈ കൊടുത്തു. സ്റ്റോപ്പ് ലോസ് താഴെ. ഇത് പോയി. അല്ല, ഈ വാല് കണ്ടു. ഈ വാല് നമ്മൾ സ്റ്റോപ്സ് എടുക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്.
അവർക്കറിയാം ഇവിടെ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ടാവും, എടുക്കാൻ വേണ്ടി സ്റ്റോപ്സ് ഇത് താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് ഒരു 5 മിനിറ്റ് നേരത്തെ അല്ല 1 മണിക്കൂർ നേരത്തെ മൂവ്മെൻറ്റ് ദിവസം ആ സ്റ്റോപ്സ് ഒക്കെ എടുത്ത് കളയും, നമ്മളെ പൊസിഷൻ അങ്ങ് ലിക്വിഡേറ്റ് ചെയ്യും ആൻഡ് ദേ വിൽ ടേക്ക് ദ മണി. ആണ് എൻ്റെ പരിപാടി വരട്ടെ. ഓ കേട്ടോ, ഇതിൻ്റെ മുകളിലേക്ക് പോയി. ഇത് ഷെയർ ചെയ്യല്ലോ കേട്ടോ ഈ വീഡിയോ ആർക്കും. ഇനി ഒരു സ്ട്രാറ്റജി കൂടി നോക്കാം. ഇത് വർക്ക് ആവുന്നില്ല. ആ ഇവിടെ ഒരു ലോങ് വന്നിട്ടുണ്ട്, വാങ്ങിച്ചു. സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് ചെയ്ത് നോക്കിയാലോ എനിക്ക്. ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിന് ട്രാക്ക് ചെയ്യാം മുകളിലേക്ക്. എന്തായാലും സെല്ലോട്ട് വന്നിട്ടുണ്ട്. സെൽ ലോങ് വന്നു സിഗ്നൽ അല്ലേ? അല്ല അല്ല, ക്ലോസ് എൻട്രി ആണ്. ലോങ് ഇത് മൂൺ ഫേസസിന് മുകളിൽ വരുന്നതാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും ജസ്റ്റ് ഫുൾ മൂൺ ആവുന്ന സമയത്ത് വാങ്ങിക്കാൻ പറയും, ന്യൂ മൂൺ ആകുമ്പോൾ വിൽക്കാൻ പറയും, ആണ് ഇതിൻ്റെ പരിപാടി. ഇതല്ലേ ഇത് ഫുൾ മൂൺ, ഇത് ന്യൂ മൂൺ അല്ല, ഇത് ന്യൂ, ഇത് ഫുൾ മൂൺ, ഇത് ഫുൾ മൂൺ. ഫുൾ മൂൺ ടു ന്യൂ മൂൺ വാങ്ങിക്കാൻ പറയും, ഇത് ന്യൂ മൂൺ ടു ഫുൾ മൂൺ വിൽക്കാൻ പറയും. ഒരു ലോങ് കൂടി വന്നു. കണ്ട സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് നിൽക്കണം ഇവിടെ. ഇപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ശരി, മുകളിൽ പോയാൽ ആ പൈസ നഷ്ടമാവും. ഇപ്പോൾ താഴത്തേക്ക് വന്നാലോ, ക്ലോസ് ചെയ്യും. ആ മുകളിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ ഒരു ലോങ് സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിച്ചില്ല. വാങ്ങിച്ചു, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു. ക്ലോസ് എൻട്രി ലോങ് എന്ന് പറയുന്നുണ്ട്. ലോങ് ബൈ. ക്ലോസ് എൻട്രി ലോങ് നോട്ടാൻ ചെയ്തിട്ടില്ല. സ്റ്റോപ്പ് ഔട്ട് ആവട്ടെ അല്ലേ? എന്തായാലും മൂവ് ഹിയർ, താഴോട്ട് വരികയാണ്. എന്തായാലും സ്വയം പോയിക്കോളും. പോയിട്ടില്ല, പോയി. ഇതിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ മുകളിലാണ് നമുക്ക് ഇത്രയും നഷ്ടം വന്നിരിക്കുന്നുണ്ടോ? 150 rupees one stock. It's 1900 rupees, around 1700 rupees. ഒരു സ്റ്റോക്കിൻ്റെ മുകളിൽ ഇത്ര വന്നാൽ ഇറ്റ്സ് അറൗണ്ട് 10%. അപ്പോൾ 1,00,000 മുകളിലാണെങ്കിൽ ഒരു 10,000 ലോസ് കണക്കാക്കും. ഇപ്പോൾ ഓൾറെഡി നവംബർ എത്തി, ഒരു മാസം കൂടി ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ ബൈ നോക്കാം. ട്രെയിൽ ചെയ്യാം സ്റ്റോപ്പ് ലോസ് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട്.
അപ്പോൾ ഇത് ഗ്യാരണ്ടീഡ് ആണ് ഈ പൈസ. ഉം. 2005 Session is over and you lost paper money in Infosys Limited in bar reply. Performance report ഇവിടെ കിട്ടും. 9 trades. 33% പ്രോഫിറ്റബിൾ ആയിരുന്നു. പ്രോഫിറ്റ് ഫാക്ടർ 0.57 എന്ന് വെച്ചാൽ ₹1 അല്ല, ദിസ് ഇസ് എവറി യൂണിറ്റ് ഓഫ് മണി യു ലാസ്റ്റ്. ₹1 ഗ്രോസ് പ്രോഫിറ്റ്സ് ഡിവൈഡ് ബൈ ഗ്രോസ് ലോസസ് എന്ന് വെച്ചാൽ ലോസസ് ഈസ് മോർ. ഡോറോൺ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എങ്ങനെ പൈസ നഷ്ടമായി, എത്ര പൈസ ഒരു ട്രേഡിൽ നഷ്ടമായി എന്നുള്ളത്. ഒരു ട്രേഡിൽ ആവറേജ് -13 rupees. ആവറേജ് ബാസ് ഇൻ ട്രേഡ് 16 ദിവസം റഫ്ലി ഒരു ട്രേഡ്, 16 ട്രേഡിംഗ് ഡേയ്സ് ഓടി. ഓക്കെ, വേണമെങ്കിൽ ഒരു EMI സ്ട്രാറ്റജി കൂടി ട്രൈ നോക്കാം. യു ആർ ഇൻട്രസ്റ്റഡ്.